അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും വലിപ്പമുള്ള ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് പൊടി അളന്നിട്ടെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അരിപ്പൊടി ഇതുപോലെ ചെറിയ തരികളുള്ള അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വറുത്ത് പൊടിച്ച അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഇതുപോലത്തെ ചെറിയ തരിയുള്ള അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം, അല്ലെങ്കിൽ റാഗി പൊടി എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടെടുക്കുന്ന സാധാരണ നമ്മൾ വറുത്ത പച്ചരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് മാവിന്റെ എല്ലാ ഭാഗത്തും എത്തണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാവ് നനയ്ക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മാവ് നനച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എത്രയാണോ പുട്ടുപൊടി അളന്നെടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ, ഏത് കപ്പിലാണോ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് അളവ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളതെന്ന് പറയാം. ഞാനിപ്പോൾ അജ്മീര പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ 2 കപ്പ് പുട്ടുപൊടിക്ക് 2 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാനായിട്ട്. ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ട് നോക്കുക. 1 കപ്പ് അരിപ്പൊടിക്കാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് പുട്ടുപൊടി കുഴച്ചിട്ടെടുക്കാം. ഇങ്ങനെ ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ നമ്മൾ വറുത്ത് പൊടിച്ച പച്ചരിപ്പൊടി ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാഗിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഇതുപോലെ നനച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് പാകത്തിന് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം ഇതുപോലെ മാവ് നനച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ പുട്ടുപൊടി ആയതുകൊണ്ട് കുറച്ച് സമയം വെള്ളം നനച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് നമ്മൾ മാവ് നനച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് കറക്റ്റായിട്ട് കിട്ടില്ല, പൊടിഞ്ഞു പോകും. ഇത് നമുക്ക് ഒട്ടും തന്നെ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒട്ടും കട്ടകളൊന്നുമില്ല, മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാം. പുട്ട് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പുട്ടുകുറ്റിയല്ല, ഇതുപോലെ സാധാരണ നമ്മളെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് പുട്ടുകുറ്റി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പുട്ടുകുറ്റി എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, പ്രവാസികൾക്കായാലും അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്കായാലും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കായാലും പുട്ട് കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന സമയത്ത് പുട്ടുകുറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് സാധാരണ പുട്ടുകുറ്റിയിൽ റെഡിയാക്കി എടുക്കുന്ന പുട്ട് ഇതുപോലെ ഗ്ലാസ്സിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയോ നെയ്യോ ഒന്നും തടവി കൊടുത്തിട്ടില്ല. ഇനി ഗ്ലാസ്സിലേക്ക് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, തേങ്ങ അല്ല. ഒരു 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക.
ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി നിറച്ചു കൊടുക്കാം. ഇപ്പോൾ പുട്ടുപൊടി ഇതാ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാടിട്ട് പ്രസ് ചെയ്യണ്ട, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുട്ട് ആവിയേറ്റാൻ പോകുന്നത് അതിലേക്ക് ഇതൊന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ഹോളുള്ള ഒരു സ്റ്റീമറിൻ്റെ തട്ടാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ചോറൊഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതെടുത്താലും മതി. അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലല്ല കാണിക്കുന്നത്, വേറെ രീതിയിലാണ് കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആവിയേറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടില്ല, ചിലപ്പോൾ പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പുട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ പുട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി കാണിക്കാൻ പോകുന്ന രീതിയാണ്. അപ്പോൾ വീണ്ടും സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി. ഒരുപാട് ഓവറായിട്ട് എണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എണ്ണയോ നെയ്യോ ഒന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഈ ഗ്ലാസ്സിൽ നിന്ന് പുട്ട് ഇളകി വരുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ നെയ്യോ എണ്ണയോ ഒന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. നനച്ചെടുത്ത പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് പുട്ടുപൊടി നിറച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇതുപോലെ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് പ്രസ് ചെയ്യണ്ട. അപ്പോൾ ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഒരു 5 ഗ്ലാസ്സിലാണ് പുട്ടുപൊടി നിറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയവും ലാഭമാണ്. നമ്മൾ ഒരു കുറ്റി പുട്ട് തയ്യാറാക്കി എടുക്കുന്ന സമയം കൊണ്ട് ഒന്നിലധികം നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. പുട്ടിൻ്റെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ മാവ് നിറച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ആവിയേറ്റി എടുക്കാം. ഇപ്പൊ നമ്മൾ പുട്ട് ആവിയേറ്റി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട്. മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഇതുപോലെ അരി വാർക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, ചെറിയ ഹോളുള്ള അരിവാലയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പാത്രത്തിൽ, ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇതുപോലെ അരിവാല വെച്ച് കൊടുക്കുക. അരിവാല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീമറിന്റെ ഏതെങ്കിലും തട്ട് വെച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടായി എടുക്കുക. കടായിൽ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു ബൗളോ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ സ്റ്റീലിന്റെ ചോറൊക്കെ കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിന്റെ ഉള്ളിൽ ഗ്ലാസ് ഇറക്കി വെച്ചിട്ട് ആവിയേറ്റി മൂടി വെച്ച് വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ അരി വറുക്കുന്ന ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ഹോളുള്ള അരിവാലയുടെ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ 2-3 വെച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്രയും പുട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ആവിയിട്ട് വേവിച്ചിട്ടെടുക്കാം. നമ്മൾ പുട്ട് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അത് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി ഗ്ലാസ്സിൽ പിടിച്ചിട്ട് എടുക്കുമ്പോൾ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം ഓഫാക്കി ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് നമുക്ക് അരിവാലയിൽ നിന്നും നമുക്ക് ഇത് പുറത്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് വേറൊരു മെത്തേഡും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ 2 രീതിയിലാണ് പുട്ട് കുറ്റിയില്ലാതെ പുട്ട് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഗ്ലാസ്സിലല്ല. അത് ഞാൻ കാണിച്ചു തരാം. ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. നമുക്ക് പുറത്തെടുക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അരിവാലയിൽ തന്നെയാണ് പുട്ട് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കാം.
നിങ്ങൾക്ക് എത്രയാണോ തേങ്ങ വേണ്ടത് അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ചിരകിയ തേങ്ങ ഇടാം. വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ എത്ര നമുക്ക് ആവശ്യമുണ്ടോ കുറച്ചധികം നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ അങ്ങ് ജസ്റ്റ് അങ്ങ് വിതറി ഇട്ട് കൊടുത്താൽ മതി. സ്പൂൺ വെച്ചൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ആവിയിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. സാധാരണ പുട്ടിൻ്റെ ഷേപ്പ് ഇല്ലെന്നേ ഉള്ളൂ. നമ്മൾ പുട്ട് റെഡിയാക്കി എടുക്കുന്നത് പോലെ അടിപൊളിയായിട്ട് കട്ടകളൊന്നും കെട്ടാതെ അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി പുട്ടിൻ്റെ ഷേപ്പ് വേണമെന്നുള്ളവർക്ക് ഇതാ ഒരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സിൽ എണ്ണയൊന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മുടെ ഈ പുട്ട് ഇതിലേക്ക് അങ്ങ് കോരിയിട്ട് നിറച്ച് കൊടുക്കാം. ആ ചൂടോടുകൂടി തന്നെ ചെയ്യാം. ഇത് തേങ്ങയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് തേങ്ങ എല്ലാം ഇട്ടതാണല്ലോ. ഫുള്ളായിട്ട് നിറച്ചിട്ട് സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ പൊള്ളുന്ന ചൂടാണെങ്കിൽ കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാം. ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിടാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമഴ്ത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ കൈ പൊള്ളാവുന്ന ചൂട് മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ ഒന്ന് തട്ടിക്കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. പുട്ടിൻ്റെ ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതി. ഷേപ്പൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ അരിവാലയിലിട്ട് പുട്ട് ആവിയേറ്റി എടുത്തിട്ട് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ഇത് ഒരുപാട് നമുക്ക് മാവ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. എത്രയാണോ അംഗങ്ങളുള്ളത് അത്രയും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് പുട്ട് ആവിയേറ്റി വേവിച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ റെഡിയാക്കി എടുത്ത പുട്ടിൻ്റെ ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കമഴ്ത്തിയിട്ട് കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ വലുതായിട്ടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പുട്ടുകുറ്റിയില്ലാതെ തന്നെ പുട്ട് വളരെ വേഗത്തിന് നമുക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിൽ എത്ര പുട്ട് വേണമെങ്കിലും ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സാധാരണ പുട്ടുകുറ്റിയിൽ ആവിയേറ്റ് വേവിച്ചെടുക്കുന്ന പുട്ടിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. പുട്ട് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് ഇതായിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഗ്ലാസ്സിൽ പുട്ട് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഇത് കടലക്കറിയുടെ കൂടെയോ പഴവും പപ്പടവും പയറ് എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ കണ്ട നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗ്ലാസ്സിൽ ഇതുപോലെ ഒരു പ്രാവശ്യം പുട്ട് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്